തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 20 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 5 വരെയും 8 മുതൽ 11 വരെയും. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയും. റോമർ ലേഖനം 16-ാം അധ്യായം 25 മുതൽ 27 വരെയും തിരുവചനങ്ങൾ. ശിരറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. ദൈവത്തിന് ആലയമായിട്ട് മാറുക, അതല്ലെങ്കിൽ നാം തന്നെ ദൈവത്തിൻ്റെ ആലയമാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ക്രിസ്മസിന് നൽകാവുന്ന ഏറ്റവും നല്ല വിശേഷണം. ദൈവത്തിന് ഒരു ഭവനമായിട്ട് മാറുക. അകമേ വസിക്കുന്നവൻ ക്രിസ്തുവാണെന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്കത് സാധ്യമാവുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകമേ വസിക്കുന്നുവെന്ന് തിരിച്ചറിയണം. മറിയത്തോട് നീ ദൈവകൃപ നിറഞ്ഞവളാണ് എന്ന് ദൂതൻ പറയുമ്പോൾ അവൾ സന്ദേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിസ്മയിക്കുന്നുണ്ട്. അസ്വസ്ഥചിത്തയാകുന്ന അവളോട് യെശയ്യാ പ്രവാചകൻ മുഖേന അരുൾ ചെയ്യപ്പെട്ട വചനം പറഞ്ഞുകൊണ്ട് ദൂതൻ ഓർമ്മിപ്പിക്കും, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ജനിക്കാൻ പോകുന്ന അവൻ പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. തൻ്റെ അകമേ വന്ന് പിറക്കാൻ പോകുന്നവൻ യേശുവാണെന്ന പരമാർത്ഥം തിരിച്ചറിയുമ്പോൾ മറിയം സമ്മതം മൂളുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ. ദൈവവചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ ഹൃദയമൊരുക്കിയ ആളാണ് പരിശുദ്ധയമ്മ. ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച ഒരാൾ. ആനുകാലിക ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയുടെ തുണയും സഹായവും ഏറെ തേടുന്നവരാണ്. അമ്മയുടെ നിലപാടും മനോഭാവവും എത്രമാത്രം നാം പുലർത്തുന്നുണ്ട് എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കണം. ദൈവം നമ്മുടെ അകമേ വസിക്കുന്ന ഒരുവനാവുന്നു. ദൈവത്തിന് നാം പുറത്തല്ല ആലയം പണിയേണ്ടത്, അകത്താണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് മറിയത്തിൻ്റെ ഓർമ്മ നമ്മിൽ ഉണർത്തുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സാമുവേലിൻ്റെ പുസ്തകത്തിൽ, അവിടെ ദൈവത്തിന് ആലയം പണിയാനായി ആലോചിക്കുന്ന ദാവീദ്. ദൈവത്തിന് ഭൂമിയിൽ പാർക്കാൻ ഇടം പണിയാനായി ദാവീദ് ആലോചിക്കുന്നത് താനൊരു കൊട്ടാരത്തിൽ വസിക്കുകയും ദൈവം കൂടാരത്തിൽ വസിക്കുന്നുവല്ലോ എന്ന് കരുതുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മഹത്വപൂർണനായ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ ഇങ്ങനെ പുറത്ത് കഴിയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് കൂടാരങ്ങളിൽ വസിച്ചാൽ പോരാ, നിനക്കൊരു ആലയം വേണം. അങ്ങനെ ആലയം പണിയാൻ ആലോചിക്കുന്ന ദാവീദിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എനിക്കങ്ങനെ ആലയം പണിയും? ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അങ്ങനെ ആകാശം സിംഹാസനവും ഭൂമി പാദപീഠവുമായ ദൈവം ദാവീദിൻ്റെ വംശത്തിൽ വന്ന് പിറക്കുന്നതിലൂടെ അകമേ വസിക്കുന്നവനായി അടയാളപ്പെടുത്തുന്നു. അങ്ങനെ നാം തന്നെ ദേവാലയമായിട്ട് മാറുന്നു. ജെറുസലേം ദേവാലയമാണ് ദൈവത്തിൻ്റെ ആലയമായി യഹൂദർ കരുതിയിരുന്നത്, പഴയ നിയമ കാലം മുഴുവൻ കരുതിയിരുന്നത്. അങ്ങനെ കരുതുന്ന ഒരിടത്തു നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ആലയമെന്ന പരമമായ സത്യത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അകമേ വസിക്കുന്ന ഒരുവനായി വന്നുകൊണ്ട് മനുഷ്യത്വത്തിൽ അകത്ത് വസിക്കുന്ന ഒന്നാണ് ദൈവമെന്നും മനുഷ്യത്വമാണ് ദേവാലയമെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യത്വമാണ് ദേവാലയം. മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾക്കകത്തൊക്കെ പ്രകടമാകുന്ന ദൈവിക ഛായയെ നമുക്ക് കാണാൻ പറ്റും. ആനുകാലിക ലോകത്ത് ജീവിക്കുന്ന നാം കരുണയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ വഴിയിലൂടെയൊക്കെ നീങ്ങുമ്പോൾ അതിനകത്ത് വിരിയുന്നത് ദൈവിക ഭാവമാണ്, ക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിനകത്ത് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ, വ്യക്തിപരമായി അവനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിയൂ. ക്രിസ്തു പുൽത്തൊഴുത്തിൽ വന്ന് പിറക്കുന്നയാളല്ല, ഹൃദയത്തിനകത്ത് സമ്പൂർണ്ണമായി വസിക്കുന്നയാളാണ്. ഒരിക്കൽ അവൻ ഈ മനുഷ്യനായി അവതരിച്ച് കിടക്കാൻ ഇടമില്ലാത്തവനായി ഭൂമിയിൽ വന്ന് പിറന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരുവൻ പോലും അയോഗ്യനായി മാറുന്നില്ല, ഒരുവൻ പോലും നീക്കി നിർത്തപ്പെടാനാവാതെ, ഒരുവന് പോലും നഷ്ടമായി മാറാതെ ക്രിസ്തു സകല മനുഷ്യരിലും വസിക്കുന്നെന്ന പരമാർത്ഥമാണ്. എല്ലാവരിലും ക്രിസ്തു വസിക്കുന്നു. ആ ഒരു ബോധ്യം മനുഷ്യത്വത്തിനകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് അറിയുന്നവർ ക്രിസ്ത്യാനിയാകുന്നു, അറിയാത്തവർ ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി മാറുമ്പോഴാണല്ലോ ക്രിസ്ത്യാനി എന്ന് വിളിക്കുക. അകമേ വസിക്കുന്ന ഒരുവനെ പരമാർത്ഥത്തിൽ തിരിച്ചറിയുന്ന ഒരാളുടെ പേരാണ് ജ്ഞാനി അഥവാ ക്രിസ്ത്യാനി എന്ന് പറയുക. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ നാം തിരിച്ചറിയുകയും ക്രിസ്തു മനുഷ്യത്വത്തിനകത്ത് വസിക്കുന്നവനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ആളത്വമായി അവിടത്തെ അനുഗമിക്കാൻ നമുക്ക് കഴിയും. അപ്രകാരം അനുഗമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിന് അന്തസത്തയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയും. ആഗമനകാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നാം കടക്കുകയും ക്രിസ്തു ജനനത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഒരു ഓർമ്മയാചരണത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഇത് കേവലമായ ഒരു ആചാരത്തിനകത്ത് നിൽക്കുന്ന കാര്യമല്ല, ഒരാചരണത്തിൽ മറഞ്ഞു പോകുന്ന കാര്യമല്ല, ഒരാചരണത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയായിട്ട് നിൽക്കുന്ന കാര്യമല്ല. ജീവിത പ്രയോഗ വഴിയിൽ നിരന്തരമായി നാം പുലർത്തേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയം. ഒരു പുൽത്തൊഴുത്തായി മാറണമെന്നൊക്കെ സുഹൃദേവൻ ചൊല്ലിയൊക്കെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പുൽത്തൊഴുത്തായി മാറുകയല്ല, എൻ്റെ അകത്താണ് അവൻ വസിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് ഞാൻ വളരുകയാണ് വേണ്ടത്. ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ,
ആനുകാലിക ലോകത്ത് ലോകവ്യാപാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോൾ, ലോകത്തിലെ വ്യാപാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ, ലോകത്തിലെ അറിവിനും കഴിവിനും ഒക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, സമ്പത്തും ദ്രവ്യാസക്തിയും ലോകമാന്യതയും ഒക്കെ പ്രധാനപ്പെട്ടതായി കരുതി ജീവിക്കുമ്പോൾ ഹൃദയത്തിൽ ഓർക്കേണ്ടത് ഇപ്രകാരം ദൈവം എന്നെ വിളിച്ചത് അവൻ്റെ ഈ സാന്നിധ്യം അറിഞ്ഞ് ജീവിക്കാനാണ്. അവൻ ഓരോ ശരീരകോശത്തിനകത്തും വസിക്കുന്നവനാണെന്നും അവൻ എൻ്റെ മനുഷ്യത്വത്തിനകത്താണ് അവൻ്റെ ആലയമാക്കി വസിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ്. അങ്ങനെ അറിയുമ്പോഴാണ് അവരെന്നെ ദേവാലയമായി തിരിച്ചറിയാൻ പറ്റുക, അവരെന്നെ ക്രിസ്തുവായി തിരിച്ചറിയാൻ പറ്റുക. അവരെന്നെ ഏത് ദ്രോഹം ചെയ്യുമ്പോഴും കുറവുള്ളവനായിരിക്കുമ്പോഴും അവൻ്റെ അകമേ വസിക്കുന്നൊരു ദൈവത്തെ കണ്ടുകൊണ്ട്, ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവനെ വണങ്ങാൻ നമുക്ക് കഴിയുക. അപ്പോഴാണ് മനുഷ്യൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഗൗരവമായി ഇതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. പൗലോസ്ലീഹ അകമേ വസിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹവലയത്തിനകത്താണ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ, ഈ നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കിത്തരാൻ കഴിവുറ്റവനാണ് ദൈവം. ഞാൻ നിങ്ങളോട് പറയുന്ന നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കിത്തരാൻ കഴിവുറ്റവനാണ് ദൈവം. യുഗാന്തരങ്ങളായി അവിടുന്ന് പ്രവാചകന്മാരിലൂടെ ഇത് വെളിപ്പെടുത്തി, അരുളപ്പാടുകളായി, സന്ദേശങ്ങളായി വെളിപ്പെടുത്തി, ഒടുവിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ അത് സമ്പൂർണ്ണമാക്കി. ആ സമ്പൂർണ്ണമാക്കപ്പെട്ട ക്രിസ്തുവിനെ ജീവിത പ്രയോഗ വഴിയിൽ നമ്മുടെ ജീവിത പ്രവൃത്തികൾ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ വീടിന് പുറത്ത് കെട്ടിക്കൂട്ടുന്ന പുൽക്കൂടുകൾക്കകത്തല്ല, എൻ്റെ ഹൃദയമാണ് ഈ പുൽക്കൂടെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ എന്നിലാണ് അവിടെ നിന്ന് വസിക്കുകയെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് പിറക്കുന്ന ഒരു അനുഭവത്തിൻ്റെ ശക്തി എന്നെ വലയം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ കഴിയണം. ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതിന് ഈറ്റുനോവെടുക്കുകയാണ് സഭ. ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇപ്രകാരം ദൈവമഹത്വത്തിലേക്ക് ഉയർത്താൻ തൻ്റെ പുത്രനെ യാഗമായി അർപ്പിച്ച, മനുഷ്യപുത്രനായി ഭൂമിയിൽ അവതരിപ്പിച്ച പിതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നതാകണം നമ്മുടെ ജീവിതം. അതിനുവേണ്ടിയാണ് നാം ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്, ആഗമനകാലത്തിൻ്റെ ഈ നാളുകളിൽ ഒരുങ്ങേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കാം. ജീവിത സാഹചര്യങ്ങൾക്കകത്ത്, കുടുംബത്തിനകത്ത്, സാമൂഹ്യ ചുറ്റുപാടുകൾക്കകത്ത് ഈ ഒരു ബോധ്യം പുലർത്തുന്ന ജീവിതം നയിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.